ഈ ഇന്ത്യ ചൈനയുമായിട്ടുള്ള ഒരു സൗഹാർദ്ദത്തിലേക്ക് കടക്കുന്നത് ഈ ട്രംപിനെ ഒന്ന് വിരട്ടാനാണ്. കാർത്തേജും ഓമും തമ്മിലുള്ള സൗഹൃദം പോലെയാണ്. ഈ ഓമിൻ്റെ ഹിസ്റ്ററിയിൽ ഓമ് വലിയ സംഭവമായതിനു ശേഷമുള്ളായിരുന്നാലും നമുക്കൊക്കെ അറിയുള്ളൂ. അതിനു മുമ്പ് ഓമിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാർത്തേജ്. അപ്പോൾ ഓമ് കാർത്തേജിനെ കൂടെ നിർത്തിക്കൊണ്ടാണ് ചുറ്റുമുള്ള മറ്റ് ചെറിയ ചെറിയ രാജ്യങ്ങളെ മൊത്തം തകർത്തത്. എന്നിട്ട് അവസാനം കാർത്തേജിനെ 100 വർഷത്തോളം നീണ്ടുന്ന വിവിധ യുദ്ധങ്ങളിലൂടെ തകർത്ത് കത്തിച്ചു കളഞ്ഞു. അങ്ങനെയാണ് റോമിൻ്റെ സ്വഭാവം. കാരണം കാർത്തേജിനും റോമിനും ഒരിക്കലും എല്ലാ കാലവും ഫ്രണ്ട്സാകാൻ പറ്റില്ല. അവരുടെ ആശയങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ ഒന്നായി. താല്പര്യങ്ങൾ ഒന്നായി ലോകാധിപത്യം സ്ഥാപിക്കുക, ട്രേഡ് എന്നുള്ളത്. അത് ഇതിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇനി ഹരിഹർ എന്ന സിനിമയിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഈ തോമസ് കുട്ടിയും മാധവൻകുട്ടിയും എല്ലാം കൂടി ബോക്സിങ് ചെയ്യുന്നുണ്ട്. മറ്റേ കൊച്ചിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി, മായനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി. അവർ 3 പേരും കൂടി, അമ്പൂട്ടനും കുട്ടിയും എല്ലാം കൂടി മുകേഷും ഒരു 3 പേരും കൂടി ചേർന്ന് ആദ്യം ചെയ്ത് തോമസ് കുട്ടിനെ അടിച്ചിട്ട് മൂലയെടുത്തു. എന്നിട്ട് പിന്നെ ഇവരും അടി തുടങ്ങും. പിന്നെ ജഗദീശൻ അടിക്കും മൂല എടുത്ത്. ഇനി അവസാനം മുകേഷും മറ്റേ സിദ്ദിഖും തമ്മിൽ അടിയാവും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് വെച്ചാൽ ഇവരെ 3 പേരെയും മറ്റേ പെങ്കൊച്ച് ഓൾറെഡി നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവന്മാർക്ക് തല കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവന്മാരത് റിങ്ങിലങ്ങ് കിടക്കും, അടി കൊണ്ടവർ. അപ്പോൾ തോമസ് കുട്ടി ചാടിയാണ് യോ ഹോ മോനെ കടിച്ചിട്ട് ഹീറോ. ഇതേപോലെ അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും താല്പര്യങ്ങളൊന്നാണ് അടുത്ത നൂറ്റാണ്ടിലെ ലോകശക്തികളാകുന്നത്. അവർ രണ്ടുപേരും ഉന്നം വെക്കുന്നത് ആഫ്രിക്കൻ മാർക്കറ്റുകൾ. ഈ രണ്ടുപേരും അവർ ഉന്നം വെക്കുന്നത് ആഫ്രിക്കൻ മാർക്കറ്റുകളും യൂറോപ്യൻ മാർക്കറ്റുകളാണ്. അവിടെ ചൈനയ്ക്ക് ഓൾറെഡി ഒരു മേൽക്കൈ ഉണ്ട് ഇന്ത്യയെക്കാളും. അവിടെയാണ് ഇന്ത്യ നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്. ഈ പ്രദേശങ്ങളൊക്കെ ഇത് അവരെക്കാൾ നല്ല ബന്ധമുണ്ടായിരുന്ന നമുക്കാണ്. ഇന്ത്യ ആ സമയത്ത് ആ രീതിയിൽ നമുക്ക് അവിടെയൊന്നും വ്യാവസായികമായി സ്വാധീനം ഉറപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളവിടെ ജനാധിപത്യം ഉണ്ട്. അവിടെയാണ് ജനാധിപത്യമേ അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് തെറ്റൊന്നല്ല, കാരണം ജനാധിപത്യത്തിന് നമ്മൾ കൊടുത്ത വിലയാണത്. മറ്റേ ഏകാധിപത്യമാണ്. അപ്പം ഇതിൻ്റെ പക്ഷേ ഇന്ത്യക്ക് ചൈനയിൽ നല്ല മാർക്കറ്റ് ഉണ്ട്. അല്ല, ചൈനയ്ക്ക് ഇന്ത്യയിൽ നല്ല മാർക്കറ്റ് ഉണ്ട്. നമ്മളെ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ ചൈനയ്ക്ക് അനുകൂലമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ചൈനയാണ്. ഇന്ത്യക്കാരുടെ സിനിമകൾ മാത്രമേ ചൈനക്കാർ കാണുന്നുള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം തന്നെ അവരിങ്ങോട്ട് കയറ്റി അയക്കാം. അപ്പം അമേരിക്കയുടെ ബാലൻസ് ഓഫ് ട്രേഡ് നമുക്ക് അനുകൂലമാണ്, പക്ഷേ ചൈനയുടെ ബാലൻസ് ഓഫ് ട്രേഡ് ചൈനയ്ക്ക് അനുകൂലമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ അമേരിക്കക്കെതിരെ ഒരുമിച്ച് നിന്നാലും ചൈന നാളെ നമുക്കെതിരെ തിരിക്കും. കാരണം അവർക്ക് നമ്മുടെ മാർക്കറ്റ് വേണം, അവർക്ക് ലോക മാർക്കറ്റ് വേണം, അവിടെ കോമ്പറ്റീഷൻ പാടില്ല. അതുകൊണ്ട് ശാശ്വതമായ സമാധാനമൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം, അങ്ങനെ എപ്പോഴും പറയാം, നമ്മൾ വിചാരിക്കുക 1962 ഇന്തോ ചൈന യുദ്ധം ചൈന വെറുതെ നമ്മളൊക്കെ അറ്റാക്ക് ചെയ്തതാണ്. നെഹ്റുവിനോട് അസൂയ ഒന്നില്ല, അങ്ങനെയല്ല. നെഹ്റുവിനോട് അസൂയ ഉണ്ടായിരുന്ന അമേരിക്കക്കാണ്. നെഹ്റു ഇന്റർനാഷണൽ വേദിയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫേസ് ആയിരുന്നു, അവർക്ക് സഹിച്ചില്ല. അമേരിക്കയാണ് പിന്നെ ചൈന. കാരണം നോക്കണം, ആ സമയത്തൊന്നും അമേരിക്കയും ചൈനയായിട്ട് യാതൊരു ബന്ധമില്ലാതെ നിൽക്കുന്ന സമയമാണ്. അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായത്. അമേരിക്ക പറഞ്ഞു, അപ്പോൾ ഈ ചൈനയ്ക്ക് പേടിയുണ്ടായിരുന്ന വെച്ചാൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് അമേരിക്ക വരും എന്നുള്ളത്. കാരണം അന്ന് ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഒരു 10 വർഷം മുമ്പ് കുറേ ഡോക്യുമെന്റ്സ് ഡീക്ലാസിഫൈ ചെയ്തു CIA. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ ചൈന ഇന്ത്യനെ ആക്രമിച്ചാൽ അമേരിക്ക പറഞ്ഞിട്ടാണ്, റഷ്യ വന്നിട്ടല്ല. റഷ്യക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം റഷ്യ ചൈനയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ഇതിൽ അങ്ങനെയുള്ള ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ആദ്യം ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ നോക്കുമ്പോൾ ഏറ്റവും തമ്മിൽ ദുർബലം ഇന്ത്യയാണ്. റോമും കാർത്തേജും നോക്കുമ്പോൾ തമ്മിൽ ദുർബലം ആരാണ്? കാർത്തേജാണ്. പിന്നെ തോമസ് കുട്ടീൻ്റെ അടുത്ത സാഹചര്യം വേറെ ഒന്നായിരുന്നു. ആ സാഹചര്യം തോമസ് കുട്ടി ഉപയോഗിച്ചു. അങ്ങനെ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി വരികയും അത് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്താൽ മാത്രമാണ് ഈ ബന്ധം കൊണ്ട് ഇന്ത്യക്ക് എന്തും കൊണ്ടുണ്ടാവും. അത് കണ്ടറിഞ്ഞ് അറിയേണ്ട കാര്യമാണ്. പക്ഷേ ഇന്ത്യക്കും ചൈനയ്ക്കും സമാന താല്പര്യങ്ങളാണെങ്കിൽ നമ്മൾ തമ്മിലൊരു കിടമത്സരം ആകത്തില്ലേ? സമാന താല്പര്യങ്ങൾ ആണല്ലോ, അതാണല്ലോ കിടമത്സരം. സമാന താല്പര്യം ഇങ്ങനെ ട്രേഡാണ് പ്രധാനപ്പെട്ട താല്പര്യം, ഗ്ലോബൽ മാർക്കറ്റാണ്. അതേപോലെ സമാന താല്പര്യങ്ങളാണെന്നുള്ളത് ഗ്ലോബലി. അവരുടെ താല്പര്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യം ഒന്നാണ്. അപ്പം പരസ്പരം അടിയാവും.
ഇനി മാത്രമല്ല ചൈന ഓരോ മേഖലയിലും കയറിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഡോമിനൻസ് ഉള്ള മേഖലയെ പോലെ അവർ കയറിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. പ്രധാനമായും ഇന്ത്യക്ക് സോഫ്റ്റ് പവർ എന്ന രീതിയിൽ ഇന്ത്യക്ക് വലിയ ഡോമിനൻസ് ഉണ്ട് ഇന്റർനാഷണലി. അവിടെ അവരിപ്പോൾ അവരുടെ വെബ് സീരീസുകളെല്ലാം നല്ല ഇന്ത്യയെ പോലെ നല്ല പ്രചാരമാണ്. അപ്പോൾ അവരും നമ്മളുമായിട്ട് അങ്ങനെ ശാശ്വതമായ സമാധാനം പോസിബിളല്ല. പിന്നെ ചരിത്രത്തിൽ, അതായത് പൗരാണിക കാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടായില്ല എന്ന് വെച്ചാൽ ഇന്ത്യക്കും ചൈനയുടെ താല്പര്യങ്ങൾ അന്നും സമാനമായിരുന്നു. അതിൽ പരസ്പര വൈരുദ്ധ്യം ഉണ്ടായി. രണ്ടുപേർക്കും കടൽ കടന്ന് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ മേഖല കൺസോൾട്ടേറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. ഇന്ന് താല്പര്യങ്ങൾ സമാനമാണെന്നല്ല, പരസ്പര വിരുദ്ധമാണ്. അതായത് രണ്ടുപേരും കടൽ കടക്കണം, രണ്ടുപേർക്കും പുതിയ വിപണികൾ വെട്ടിത്തോക്കണം, പുതിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കണം. സാമ്രാജ്യം എന്നിപ്പം പറയാൻ പറയാം സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കണം. അതുകൊണ്ട് ശാശ്വതമായിട്ടത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ബേസിക് താല്പര്യങ്ങൾ ഒന്നാണ്. അല്ലെങ്കിൽ ഇന്നെന്ന മേഖലകൾ നിങ്ങൾ നോക്കൂ, ഇന്നെന്ന മേഖലകൾ ഞങ്ങൾ നോക്കാമെന്ന് ഒരു കരാർ ഉണ്ടാവണം. ആ കരാർ ഉണ്ടാവില്ല. രണ്ട്, ചൈനയ്ക്ക് പാകിസ്ഥാൻ പോലെ ഒരു തലവേദന അല്ല. അവർ തായ്വാനൊക്കെ അവർക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാവുന്നൊരു വിഷയമാണ്. പക്ഷെ പാകിസ്ഥാൻ നമുക്കങ്ങനെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. ബിക്കോസ് പാകിസ്ഥാൻ ഈസ് എ ന്യൂക്ലിയർ പവർ ആൻഡ് പാകിസ്ഥാൻ ഈസ് സപ്പോർട്ടഡ് ബോത്ത് ചൈന ആൻഡ് അമേരിക്ക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കോൺട്രഡിക്ഷൻസ് തന്നെ നടക്കും. അതിൻ്റെ ഇടക്കാലത്ത് അമേരിക്കയുടെ ഈ ഭീഷണി തടയാൻ വേണ്ടി അവർ നമ്മളെ ഉപയോഗിക്കും. അത്രയുള്ള കാര്യം. പക്ഷെ നമ്മൾ അവരുമായിട്ടുള്ളൊരു സൗഹൃദം നമുക്കങ്ങനെ വിശ്വസിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറഞ്ഞു വിശ്വസിച്ചുകൊണ്ടുണ്ടാകാൻ പറ്റില്ല. ജെയിംസ് ബോണ്ടിന്റെ സിനിമ പോലെ മുന്നിൽ പോവും പിന്നിൽ തോക്കും. മുൻകാല അനുഭവങ്ങൾ അങ്ങനെയല്ലേ. ഇപ്പൊ ചൈനയെ അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ വിട്ടുവീഴ്ച നെവർലാൻഡ് അത് ചെയ്തു കൊടുത്താൽ എന്തിനാണ് ഇന്ത്യനൊക്കെ അറ്റാക്ക് ചെയ്തതിന് അമേരിക്കൻ താല്പര്യമാണ്. പക്ഷെ അമേരിക്കൻ താല്പര്യത്തിൽ അവർ നിൽക്കാൻ പാടില്ലത്. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ അവർ തമ്മിൽ പണ്ടേ വലിയ യുദ്ധങ്ങൾ ഉണ്ടാവേണ്ടത്. ഇടയ്ക്ക് ഹിമാലയം ഉള്ളതുകൊണ്ടാണ് യുദ്ധം നടക്കാതെ പോയത്. രണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഗ്ലോബൽ പവർ ആവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യയും ചൈനയും ഒരേപോലെ ഗ്ലോബൽ പവർ ആവാൻ താല്പര്യപ്പെടുന്നവരാണ്. രണ്ട് ഹിമാലയം എന്നൊരു പ്രശ്നമല്ല. കാരണം എയർഫോഴ്സ് ആണ് യുദ്ധങ്ങൾ ജയിക്കുന്നത്. അല്ല, ആ മത്സരത്തിൽ തന്നെ നമുക്ക് തിരിച്ചടി ചിലപ്പോൾ തരാൻ അവർ തയ്യാറായി നിൽക്കും എന്നുള്ളതാണ്. അവർ നമ്മളെക്കാട് അഡ്വാൻസ്ഡ് ആണ്. നമ്മളിപ്പോഴല്ലേ ഈ സ്വദേശീയവൽക്കരണത്തിലൊക്കെ പോയത്. അവർ അമേരിക്കയുടെ സാധനങ്ങൾ കട്ടുകൊണ്ടുവന്ന് എന്നാ സ്വന്തമായി വിമാനങ്ങളും ലോകത്ത് സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ വന്നവരാണ്. റഷ്യ പോലും അടുത്ത് വന്നിട്ടേ ഉള്ളൂ. അവർ 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ 5th ജനറേഷൻ വികസിപ്പിക്കാൻ നോക്കുന്നേ ഉള്ളൂ. അല്ല, ട്രംപിന് ഇതിനകത്ത് എന്ത്, നമ്മുടെ സൗഹാർദ്ദത്തിനകത്ത് എന്ത് കാഴ്ചപ്പാടായി? ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് നമ്മൾ ഒരുമിച്ച് ഒരു അലയൻസ് ആയി നിൽക്കേണ്ടത് ട്രംപിനൊരു പ്രശ്നമാണ്. എല്ലാ കാലത്തും അമേരിക്കക്ക് പ്രശ്നമാണ്. അത് ഇനിയും പ്രശ്നമാണ്. പക്ഷെ അവരിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചൈനയെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും. ഇപ്പൊ ചൈനക്കെതിരെ ഇന്ത്യയിൽ അത്ര തീരുവല്ലല്ലോ. ചൈനക്കെതിരെ ഇന്ത്യയിൽ അത്ര തീരുവല്ലല്ലോ. ഇപ്പൊ ഇന്ത്യയാണ് അവരുടെ ഫോക്കൽ പോയിന്റ്. കാരണം ഇന്ത്യ ചൈന, അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. ചൈന എന്നുള്ള രാജ്യം വളരെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. അത് കമ്മ്യൂണിസ്റ്റ് അവിടെ കൊണ്ട് ഈ വെസ്റ്റേൺ ഐഡിയോളജി കൊണ്ട് അവിടെ തദ്ദേശീയമായ സംസ്കാരത്തിന് വേണ്ടി വെസ്റ്റേൺ ഐഡിയോളജി സ്ട്രോങ് ആണ്. പിന്നെ കമ്മ്യൂണിസത്തിന് മതമില്ലാത്തതുകൊണ്ട് ഒരു മതം അവിടെ ഇല്ല. അങ്ങനെ ക്രിസ്ത്യാനിറ്റി അതിശക്തമായിട്ട് അവിടെ വളരുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി വെച്ചാൽ ഈ ബന്ധക്കോസ് പോലുള്ള സഭകളൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡൽഹി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് വേഗം അവനെ വിളിക്കുക റോയി എന്ന. ഹീസ് എ ക്രിസ്ത്യൻ, സൈലന്റ് ക്രിസ്ത്യനാണ്. പത്രത്തിലുള്ള അപ്പം ജെ.എൻ.യു എന്തോ ഒരടിക്കൊന്നും ഞാൻ പരിചയം മലയാളിയാന്ന് കേട്ടപ്പോൾ അയാൾ പരിചയപ്പെട്ടു. അവർക്ക് കേരളത്തിനോട് വലിയ താല്പര്യം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അയാൾ ക്രിസ്ത്യൻ എന്നോ. പക്ഷെ അയാൾ ചൈനക്കാരുള്ളപ്പം പറയില്ല. ഇപ്പം എവിടെയാണെന്ന് അറിയാം, പോയിട്ടുണ്ട്, ചിലപ്പോൾ തിരിച്ചു പോയിട്ടുണ്ടോ. അപ്പം അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മോഡി വന്നപ്പോൾ അവർ ഒരുപാട് തരത്തിൽ അസ്വസ്ഥരാണ്. ഇന്ത്യയിൽ അവർ വളരെ തന്ത്രപരമായി സൈലൻ്റായി നടപ്പിലാക്കിയ പല അജണ്ടകളും മോഡി തടയുന്നുണ്ട്. അതവർ പ്രതീക്ഷിച്ചില്ല. അവർ വിചാരിച്ച RSS എന്ന താലിബാനാണ്, മോഡി എന്ന് വെച്ചാൽ മുല്ലാമറാണ്. അപ്പോൾ താലിബാനെയും മുല്ലാമറിനെയും വെച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന പോലെ മോഡിനെയും RSS വെച്ചുകൊണ്ട് ഇന്ത്യ ഭരിക്കാം എന്നവർ തെറ്റിദ്ധരിച്ചു. അവിടെയാണ് അവർ തോറ്റുപോയത്. അവിടെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് സാഹചര്യങ്ങൾ വായിക്കുന്നതിൽ പരാജയപ്പെട്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.